കേരള പോലീസിന് പൊൻതൂവൽ ചാർത്തിക്കൊണ്ട് വളാഞ്ചേരി കോട്ടപ്പുറം മോഷണക്കേസിലെ പ്രതിയെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടി വളാഞ്ചേരി പോലീസ്. ട്രെയിനിൽ നിന്ന് സൗഹൃദം സ്ഥാപിച്ച യുവാവ് വീട്ടിലെത്തി വൃദ്ധദമ്പതികളെ മയക്കിക്കിടത്തി സ്വർണം കവർന്ന സംഭവത്തിൽ പ്രതിയെ വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വടാനപ്പള്ളി സ്വദേശി ബാദുഷയെയാണ് വളാഞ്ചേരി പോലീസ് വലയിലാക്കിയത്. ഇയാൾക്ക് വളാഞ്ചേരിയിലേതടക്കം 9 പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. കോഴിക്കോട് നല്ലളം, കുറ്റിപ്പുറം, വാടാനപ്പള്ളി, മതിലകം, കാട്ടൂർ, ഇരിങ്ങാലക്കുട, അങ്കമാലി, കോതമംഗലം, ഇടുക്കി എന്നീ സ്റ്റേഷനുകളിലാണ് ഇയാളുടെ പേരിൽ കേസുകളുള്ളത്. 3 മാസം മുൻപാണ് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. വഴിവിട്ട ജീവിതവും അഥവാ പിടിക്കപ്പെട്ടാൽ രക്ഷപ്പെടാനുള്ള മാർഗവും ഇയാൾക്കറിയാം. SP നിർദ്ദേശപ്രകാരം വലിയൊരു പോലീസ് സംഘം തന്നെ ഇയാൾക്ക് വേണ്ടി വല വിരിച്ചിരുന്നു. ഡിവൈഎസ്പിക്ക് പുറമെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിൽ പങ്കാളികളായിട്ടുണ്ട്. കോട്ടപ്പുറത്ത് നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞായിരുന്നു കവർച്ച. ചികിത്സയ്ക്ക് സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് വീട്ടിൽ വന്ന് 6 പവൻ സ്വർണമാണ് മോഷ്ടിച്ചത്. കോട്ടപ്പുറം പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന കോഞ്ചത്ത് ചന്ദ്രൻ, ഭാര്യ ചന്ദ്രമതി എന്നിവരാണ് കവർച്ചയ്ക്ക് ഇരയായത്. ട്രെയിനിൽ നിന്ന് ദമ്പതികളെ പരിചയപ്പെട്ട 35 വയസ്സ് തോന്നിക്കുന്ന യുവാവാണ് സൗഹൃദം മുതലെടുത്ത് ഇവരുടെ വീട്ടിലെത്തി മയക്കുമരുന്ന് ചേർത്ത ജ്യൂസും മയക്കുഗുളികയും നൽകി മയക്കിയ ശേഷം കവർച്ച നടത്തിയത്. താലിമാലയും മറ്റൊരു മാലയും വളയും ഉൾപ്പെടെ 6 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് കവർച്ച ചെയ്തത്. അന്വേഷണത്തിന്റെ ഭാഗമായി നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ, ഫോൺ കോൾ ഡീറ്റെയിൽസ് തുടങ്ങി ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലത്തിലാണ് പ്രതിയെ വളാഞ്ചേരി പോലീസിന് പിടികൂടാനായത്. മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണാഭരണം വീണ്ടെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് 3 Max Live.